മണ്ണിനടിയിൽ തന്നെ അർജുന്റെ വാഹനം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്ന് കുടുംബം. എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പരിശോധന നടത്തണം, എത്രയും വേഗം തീരുമാനമുണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു. ഇന്ത്യൻ ആർമിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇന്ന് അതിന് വേണ്ട തിരച്ചിലിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഇന്ന് എത്തും എന്നാണ് പറയുന്നത്. അപ്പം അവരൊരു ദൗത്യം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ആവുന്നവരെ അവർ പ്രയത്നിക്കും എന്നുള്ള നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഓരോ ആളുകളും ആ ചളിയിലും ആ മഴയിലും അവിടെ നിന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരച്ചിൽ നടത്തുന്നത്. അതിൻ്റെ അടിയിൽ കുടുങ്ങിപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾക്കും ഒന്നും സംഭവിക്കരുത്. കാരണം ഒരു ദുരന്തം ഇനിയും നമുക്ക് ആർക്കും നേരിടാൻ വയ്യ. അപ്പം എത്രയും പെട്ടെന്ന് ഇത് തീരണം എന്നാണ് നമ്മുടെ ആവശ്യം. ഒരുപാട് മണ്ണ് നീക്കി കഴിഞ്ഞു, പക്ഷെ മണ്ണൊക്കെ ഇനിയും അവിടെ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും വീട്ടിൽ അവർ നമ്മൾ തള്ളി പറയുന്നില്ല. കാരണം നമുക്ക് വേണ്ടിയിട്ട് അവരും അത്രയും അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും സംഭവങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിലും നമുക്കൊരു നമ്മളെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഭൂമി പിളർന്ന് പോയിട്ടില്ല ലോറി, മലേൻ്റെ അടിയിലേക്കും പോകാൻ സാധ്യതയല്ല. ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇനി ഒരുപാട് സ്ഥലത്ത് മണ്ണിടിഞ്ഞ സ്ഥലം നോക്കാണ്ട് അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടാവും, എന്താണെങ്കിലും പെട്ടിട്ടുണ്ടാവും, നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പം ആ ഒരു അത്രയും വലിയൊരു ലോറി കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഇല്ല. അതിലൊരു വിഷമമുണ്ട്. കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇനി കാത്തിരിക്കാൻ വയ്യ. ഈ 7 ദിവസം ഞങ്ങൾ തള്ളി നിൽക്കിയതിന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. വിഷമമില്ലായിട്ടോ കരയാഞ്ഞിട്ടോ കണ്ണുനീരില്ലാഞ്ഞിട്ടോ അല്ല, ഇപ്പോൾ ഒക്കെ വറ്റി എല്ലാം. നമ്മൾ വേറൊരു അവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥ ഇനിയും പോയാൽ നമ്മുടെ പലർക്കും പല രീതിയിലുള്ള ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ, വയ്യ. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, കരഞ്ഞും കാത്തിരുന്നും തളർന്നു പോയൊരു കുടുംബത്തെ നമുക്ക് അവിടെ കാണാം. ഇന്നലെ ഇപ്പോൾ സൈന്യം വരുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വരുന്ന മണിക്കൂറുകൾ നിർണായകമെന്നൊക്കെ. പക്ഷേ ഇന്നലെ 6-ാം ദിനവും നിരാശയോടുകൂടി കടന്നു പോകുന്നു. ഇന്നിപ്പോൾ 7-ാം ദിനമാണ്. ഈ സൈന്യം രംഗത്തുണ്ടെങ്കിലും റഡാർ വരുന്നു എന്നുള്ള പ്രതീക്ഷകൾക്കൊക്കെ ഇടയിലും ആ കുടുംബം എന്താണ് പറയുന്നത്? അവരുടെ ഏറ്റവും പുതിയ പ്രതികരണം എന്താണ്? അവരുടെ മനസ്സെന്താണ്? സൈഫുദ്ദീൻ, വലിയ വേദനയുടെ ആണ് കുടുംബം കാത്തിരിക്കുന്നത്. 7-ാം ദിവസമായി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തന്നെ അങ്ങനെയാണ്. ഒരു നാട്, കുടുംബം മാത്രമല്ല ഒരു നാട് മുഴുവനും അർജുനായി കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബം ഇന്ന് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇനിയും കാത്തിരിക്കാൻ വയ്യ, ഞങ്ങൾ 7 ദിവസമായി കണ്ണീരോടെ കാത്തിരിക്കുന്നു, ഇനി ഒരു കാത്തിരിപ്പിന് ഞങ്ങൾക്ക് ഊർജ്ജമില്ല, ഇനി അങ്ങനെ അത്തരത്തിലൊരു കാത്തിരിപ്പിനായിട്ട് ഞങ്ങൾക്ക് വയ്യ എന്നൊരു രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എത്രയും വേഗം ഈ കാത്തിരിപ്പിനൊരു ഉത്തരമുണ്ടാകണം എന്ന രീതിയിലാണ് കുടുംബം പ്രതികരിച്ചത്. അർജുന്റെ സഹോദരി അഞ്ജു നമ്മളോട് സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. നിലവിൽ ആർമിയുടെ തെരച്ചിലിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ ദിവസം കർണാടക റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. നമുക്കറിയാം 90% മണ്ണ് നീക്കി അതിൽ ട്രക്ക് കണ്ടെത്താനായില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ വിശ്വാസമില്ല, കൂടുതൽ ഇനിയും തിരയേണ്ടതുണ്ട്, മണ്ണ് മുഴുവൻ മാറ്റി നോക്കേണ്ടതുണ്ട്. 60% മണ്ണ് മാത്രമാണ് മാറ്റിയത് എന്നാണ് അവിടെ നിന്നുള്ള ബന്ധുക്കൾ പറയുന്നത് എന്നുകൂടി അഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും അർജുന്റെ ബന്ധുക്കൾ, അർജുന്റെ സഹോദരനും അതുപോലെ സഹോദരിയുടെ ഭർത്താവും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നത്. ആ ഒരു കണ്ണീരിൽ തന്നെയാണ് കുടുംബമുള്ളത്. വലിയ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ വേദനയാണ് നമുക്കടക്കം ഉണ്ടാക്കുന്നത്. കുടുംബം മാത്രമല്ല ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. ഇതിനിടയിലും അവർ പറയുന്ന ഒരു കാര്യമെന്ന് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് അർജുനെ തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ കൂടി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു കരുതൽ കൂടി, ആളുകളോടുള്ള ഒരു കരുതൽ കൂടി അഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അർജുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലുണ്ടായിരുന്നു. അവിടെ ഉള്ള ആളുകൾക്കും ഒന്നും സംഭവിക്കരുത്, അവരുടെ കാര്യം കൂടി പരിഗണിക്കണം, അങ്ങനെ വേണം തിരച്ചിൽ നടത്താൻ എന്നുകൂടിയുള്ള ഒരു പ്രതികരണം, ആ ഒരു കരുതൽ കൂടി അഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്ന്. അത് തന്നെയാണ് ഒരു നാട് മുഴുവൻ അർജുനായി കാത്തിരിക്കുകയാണ്. വലിയ വേദനയോടെയാണ് ഇതിന് എത്രയും വേഗം ഒരു ഉത്തരം ലഭിക്കണം എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. സൈഫുദ്ദീൻ.